ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു സിമ്പിൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാലോ. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കൻ എടുത്ത് അതിലേക്ക് ഉപ്പ്, മഞ്ഞൾ, മുളകിൻ്റെ പൊടി എന്നിവ മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ റോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നീട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ചിക്കൻ പൊരിയാനുള്ള കുറച്ച് എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിൽ പൊരിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, അതുകൊണ്ടാണ് വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് എല്ലാ ചിക്കനും കൂടി ഒന്ന് ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാം, ഇല്ലെങ്കിൽ ഇത് വെന്ത് വരില്ല. അതുകൊണ്ട് നല്ലോണം ഒന്ന് ഫ്ലെയിം കുറച്ച് വെക്കുക. ഇത് നല്ലോണം തിരിച്ച് മറിച്ചിട്ടിട്ട് നല്ലോണം പൊരിച്ചെടുക്കണം, എന്നാലാണ് ഫുള്ളായിട്ട് വെന്ത് വരുള്ളൂ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി വെക്കാം. ഇനി നമ്മൾ ഈ എണ്ണയിൽ തന്നെയാണ് സവാള വഴറ്റുന്നത്. അതിനായി ഞാനിവിടെ ഒരു 2 സവാള എടുത്തിട്ടുണ്ട്. അത് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ സവാള ഒന്ന് വാടി വരാൻ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു 2 ടൊമാറ്റോ ചേർത്ത് കൊടുക്കുക. ഇത് നല്ല ചെറിയ പീസാക്കിയിട്ട് വേണം മുറിച്ചിടാൻ. എന്നിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ പച്ചമുളക് മുറിച്ചിട്ടിട്ടില്ല, കാരണം മുളകിൻ്റെ പൊടിയും അതേപോലെ കുരുമുളകും ഇതിൽ ചേർക്കുന്നതുകൊണ്ട് അതിൻ്റെ എരിവുണ്ടാകും. അതുകൊണ്ട് പച്ചമുളക് വേണമെന്നില്ല. പിന്നീട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ടൊമാറ്റോ നല്ലോണം പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് അലിഞ്ഞു വരണം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും 1 ടീസ്പൂൺ കുരുമുളകും കൂടിയും അതേപോലെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഞാൻ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നീട് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിന് മുകളിലോട്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നല്ലൊരു ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്കും ചെയ്യാം.